നിങ്ങൾ സങ്കടപ്പെടാതിരിക്കൂ. ഭക്ഷണം കൊടുക്കുന്ന തീറ്റയുടെ പൈസ പോലും ഞങ്ങൾക്ക് കിട്ടുന്നില്ലല്ലോ. ഈ പാലെല്ലാം കൂടെ ഞങ്ങൾ എന്ത് ചെയ്യാനാണ്? നമ്മളെ രക്ഷിക്കാനായി ഒരു രക്ഷകൻ വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. വേദിയിൽ നിങ്ങൾ കണ്ടത് 1948 ഗുജറാത്തിലെ ഒരു ക്ഷീരഗ്രാമമാണ്. ഈ തരുണത്തിലാണ് ക്ഷീരമേഖലയിൽ ഒരു സർക്കാർ ജോലിയുമായി അവിടെ എത്തുന്ന വർഗീസ് കുര്യൻ ഇവരുടെ അടുത്തേക്ക് എത്തിച്ചേരുന്നു. പ്രിയപ്പെട്ടവരെ, ഞാനൊരു ഗവൺമെൻറ് ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന ഡയറി എഞ്ചിനീയർ ആണെങ്കിലും ദൂരെ നിന്ന് നോക്കിക്കാണുമ്പോൾ നിങ്ങളുടെ അതായത് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫാർമേഴ്സിൻ്റെ പ്രശ്നങ്ങൾ ഞാൻ മനസ്സിലാക്കി. നിങ്ങൾ സങ്കടപ്പെടേണ്ട, ഒന്നിച്ച് നിന്നാൽ നമുക്ക് ഒന്നിച്ച് മുന്നേറാം. നമ്മുടെ ജീവിതം അതിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാം. നമുക്കൊരു കോപ്പറേറ്റീവ് സൊസൈറ്റി രൂപീകരിക്കാൻ പ്രിയപ്പെട്ടവരെ. അങ്ങനെ നമുക്ക് നമ്മുടെ പ്രൊഡക്ഷനുള്ള മാർക്കറ്റ് കണ്ടെത്താൻ പറ്റും. നമുക്ക് ഒരുമിച്ച് മുന്നേറാം. യെസ്, കം ഓൺ. അമൂൽ സൊസൈറ്റി ഇന്ന് മുതൽ രൂപീകരിക്കപ്പെടുകയാണ്. യെസ്, ഒരുമിച്ച് നമുക്ക് മുന്നേറുവാൻ വേണ്ടി നമുക്ക് ഒരുമിച്ച് ശ്രമിക്കാം ഈ കോപ്പറേറ്റീവ് സൊസൈറ്റിയിലൂടെ. യെസ്, അത്തരുണത്തിൽ ആദ്യമായി ഇന്ത്യയിൽ ഒരു ധവള വിപ്ലവം ആരംഭിക്കുകയായിരുന്നു. അതിനുശേഷം ഇന്ത്യ രാജ്യത്തെ ലോകത്തെ തന്നെ ഏറ്റവും കൂടുതൽ ക്ഷീര ഉൽപാദന രാജ്യമായി നമ്മൾ ഇന്ന് അറിയപ്പെടുന്നു. ഇതിൻ്റെ വാല്യൂ ആഡഡ് പ്രോഡക്ട്സുകളായ പല ഉൽപ്പന്നങ്ങളെ കുറിച്ചും നിങ്ങൾ ഇപ്പോൾ പരിചയപ്പെടും. ഒരു അംബർല ബ്രാൻഡിങ്ങിലാണ് അമൂൽ പ്രവർത്തിച്ചു വരുന്നത്. അതായത് പാലുൽപ്പന്നങ്ങളെല്ലാം ഒരു കുടക്കീഴിൽ ബ്രാൻഡ് ചെയ്തുകൊണ്ടാണ് പ്രൊഡ്യൂസ് വിപണിയിൽ ഇറക്കിയത്. അമൂൽ ബ്രാൻഡിങ് പല രീതിയിലുണ്ട്. ഒന്ന്, അതിൻ്റെ പ്രൊഡക്ഷൻ കോസ്റ്റ്, അതായത് അഡ്വർടൈസ്മെന്റിന്റെ കോസ്റ്റ് കുറവായിരുന്നു, പക്ഷെ അതിന്റെ ജനകീയതയും കൂടിക്കൊണ്ട രീതിയിലാണ് അത് അവതരിപ്പിച്ചത്. അത് കറന്റ് ആയിട്ടുള്ള ഇവന്റ്സുമായി ബന്ധപ്പെട്ട് ന്യൂസ് പേപ്പറുകളിലും എല്ലാം തുടങ്ങിയ ആട് ഇപ്പോൾ എത്തി നിൽക്കുന്നത് പുതിയ ഡിജിറ്റൽ ലോകത്തിലാണ്. അപ്പോൾ ആടിന്റെ ക്വാളിറ്റിയും അതൊരു അംബർല ബ്രാൻഡിങ്ങിൽ അവതരിപ്പിക്കുന്നത് വഴി ചെലവ് കുറയ്ക്കുകയും ജനകീയമായ ഒരു ബ്രാൻഡിങ് രീതിയിലൂടെയാണ് ചെലവ് കുറച്ചത് ബ്രാൻഡിങ് സക്സസ് ആക്കിയിരിക്കുന്നത്. ഇതൊരു അംബർല ഗേള്, അമൂൽ ഗേള് 1966 അവതരിപ്പിക്കുകയുണ്ടായി. ആ അമൂൽ ഗേൾ ഇപ്പോഴും സജീവമായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പൊ എങ്ങനെ അംബർല ബ്രാൻഡിങ്ങിലൂടെ എല്ലാ പ്രോഡക്റ്റുകളും കൊടക്കയിൽ അവതരിപ്പിച്ചുകൊണ്ട് ചെലവ് കുറച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് കാര്യക്ഷമമായി ബ്രാൻഡിങ് ചെയ്യാം, അത് രാജ്യത്തിന്റെ തന്നെ ബ്രാൻഡായി മാറ്റുകയാണ് ഉണ്ടായത്. അങ്ങനെ അമൂൽ ബ്രാൻഡ് എന്നുള്ളത് വൈറ്റ് റവല്യൂഷന് തുടക്കം കുറിക്കുകയും അതോടൊപ്പം തന്നെ അത് നിലവിലെത്തി നിൽക്കുന്നത് 1990-കൾക്ക് ശേഷം ഇതുവരെ ലോക പാലുൽപാദനത്തിലെ 25% ഉൽപ്പാദിപ്പിക്കുന്നത് ഇന്ത്യയിലാണ്. ഇപ്പൊ ലോകത്തിലെ 1ാം സ്ഥാനം 90-കൾക്ക് ശേഷം ഇന്ത്യ ഉയർത്തുന്നത് US പിന്തള്ളിയത് വൈറ്റ് റവല്യൂഷന് ശേഷമാണ്. സോ ഒരു കുടക്കീഴിൽ നിന്നും അമുൽ ബ്രാൻഡ് തുടങ്ങിയിട്ട് അത് അമുൽ ടേസ്റ്റ് ഓഫ് ഇന്ത്യ എന്ന ബ്രാൻഡ് നെയിമും ടാഗ് ലൈനുമായിട്ട് എല്ലാവരുടെയും മനസ്സിൽ അമുൽ ഗേൾ മസ്കോട്ട് എന്ന ഒരു ഗേളിന്റെ ഒരു ബ്രാൻഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാനും പിന്നീട് എല്ലാവിധ രീതിയിലുള്ള അമുൽ ബ്രാൻഡിംഗ് സ്ട്രാറ്റജി, കൺസിസ്റ്റൻസി, സോഷ്യൽ കമ്മിറ്റ്മെന്റ് കൂടാതെ എങ്ങനെ ഒരു ഗ്ലോബൽ മാർക്കറ്റ് എങ്ങനെ വരണമെന്നും നമുക്ക് പഠിപ്പിച്ചു തന്ന ബ്രാൻഡായ അമുൽ എല്ലാവർക്കും മോട്ടിവേഷൻ ആണ്. അതിന്റെ വലിയൊരു ഉദാഹരണമാണ് നമ്മുടെ ഇന്നത്തെ മിൽമ കോർപ്പറേറ്റ് സൊസൈറ്റി.